നമസ്കാരം ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പുറത്ത് നോമ്പറക്കാൻ പോണ്. അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം 29ാമത്തെ നോമ്പായി. അപ്പോൾ ഇതുവരെ റൂമിലും പിന്നെ ഓരോ ഫാമിലീസ് വീട്ടിലൊക്കെ ആയിരുന്നു നോമ്പറ. അപ്പോൾ ഇന്നെങ്കിലും പോയി പുറത്ത് പോയി നോമ്പറക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്തിട്ടല്ലേ. ഇവിടെ ഈ ഖത്തറിൽ ഖത്തർ ചാരിറ്റി അവരെ വകണ് നോമ്പറ. ടെൻറ്റുകളിലായിരിക്കും നോമ്പറ ഉണ്ടാവുക. അപ്പോൾ അത് അവിടെയൊക്കെ നോമ്പറക്കാൻ പോകണം. നേരത്തെ ഇറങ്ങി, ഇപ്പോൾ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞ് നേരത്തെ ഇറങ്ങി. ഇവിടുന്ന് മെട്രോ ബസ് കയറി മെട്രോ സ്റ്റേഷനിൽ വഴി എഡ്യൂക്കേഷൻ സിറ്റിക്കാണ് പോണത്. നമ്മൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ബിൻ മുഹമ്മൂദി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോണൊപ്പിങ്ങനെ ഓഫായി. പിന്നെ എൻ്റെ കൂടെ ഷാഹിദുണ്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് വരുന്നുണ്ട്. അവരിനാണ് മെട്രോ ബസ്. ഈ ബസ് നേരെ മെട്രോ സ്റ്റേഷനിലേക്കാണ്. ഷാഹിദ് ചെക്കനോടുണ്ട്. ഷാഹിദ് വരുന്നുണ്ട്. ഇതാണ് മെട്രോ കാർഡ്, റീചാർജ് ചെയ്യുന്ന സ്ഥലം. ഇതാണ് ഇവിടുത്തെ മെട്രോ കാർഡ്. അപ്പോൾ ബാലൻസ് 6. അപ്പോൾ ഇതുമല്ല ഷാഹിദിൻ്റെ അന്ന് 2 റിയാൽ. അപ്പോൾ നമ്മൾ റീചാർജ് ചെയ്യണം, പൈസ എടുക്കും. മിനിമം ഒരാൾക്ക് യാത്ര ചെയ്യാൻ 2 റിയാലാണ് വേണ്ടത്. പക്ഷെ നമുക്ക് തിരിച്ചു വരണം. അപ്പോൾ ഒന്നുകൂടി ചാർജ് ചെയ്തു. നമ്മളിനി ഇവിടുന്ന് മെട്രോ കയറിയിട്ട് മുഷരിഫിലേക്ക് പോവാം. മുഷരിഫിൽ നിന്നാണ് പിന്നെ അൽഷക്കബിക്ക് പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ നമുക്ക് നോമ്പറക്കാനുള്ള സ്ഥലത്തേക്കുള്ള ട്രാമ്പുള്ളത് എഡ്യൂക്കേഷൻ സിറ്റിയിൽ. നമ്മൾ ഇപ്പോൾ അൽഷക്കബിൽ എത്തിയിട്ടുണ്ട്. അൽഷക്കബ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇവിടുന്ന് നേരെ എഡ്യൂക്കേഷൻ സിറ്റി മറ്റേ ട്രാമ്പ് മറ്റേ സംഭവം, ആ ഒരു സംഭവത്തിലാണ് ഇനി പോകേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിസ്കരിക്കാൻ കയറിയതാണ്. നിസ്കരിക്കാം, മെട്രോ സ്റ്റേഷനിൽ തന്നെ നിസ്കരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോവാം. ഞാൻ വന്നേടാ, ആടെ പൈസ കൊടുക്കണടാ. ഞാൻ എന്തായാലും നോമ്പിണ് വന്ന് അവിടെ ഇൻഷാല്ലാ. നമ്മളിത് ഇനി കയറി പോണം. മെട്രോ ഇറങ്ങിയിട്ട് ഇഷ്ടംപോലെ നടക്കാനുണ്ട്. വേണ്ട, ഭയങ്കര ഒരു മനുഷ്യനില്ല, ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാം. ഇവിടുന്ന് നേരെ നടന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മറ്റേ ട്രാമ്പല്ലേ ട്രാം എത്തും. ആ സംഭവം അതിൽ കയറിയിട്ട് എഡ്യൂക്കേഷൻ സിറ്റിയിൽ ഇറങ്ങാം. അവിടെയാണ് നോമ്പ് തുറക്കണ പരിപാടിയായി. അവിടെ ആൾക്കാരുണ്ടാവും. നോക്കിയൊക്കെ എന്തായാലും ഞാൻ 1-2 വട്ടം വന്നിട്ടുണ്ട്. പക്ഷെ നോമ്പ് തുറക്കാനായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നും കൂടിയും പറ്റിയില്ലെങ്കിൽ ഇനി അടുത്ത കൊല്ലേ പറ്റുള്ളൂ. ഇതിപ്പോൾ 29ാമത്തെ നോമ്പായി. അപ്പോൾ ഷാഹിദ് ഭയങ്കര എക്സൈറ്റഡാണ് നോമ്പറക്കാൻ. അതാണോ ഷാഹിദ്? എന്താണെന്ന് നോക്കിയാലേ, ഇത്രയൊക്കെ പണിത് വെച്ചിട്ടൊരു മനുഷ്യനില്ല, ഒരാളില്ല. കണ്ട, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇത്ര സെറ്റപ്പിൽ പണിത് വെച്ചിട്ട് ഒരാളും ഇല്ല.
എഡ്യൂക്കേഷൻ സിറ്റിയിലെത്തി. ഇവിടെ എന്താ പറയുക, ആൾക്കാരൊന്നും വന്നോണേറ്റില്ല നോമ്പർക്കുള്ളത്. ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളെ ബാക്കിലുള്ളത് എഡ്യൂക്കേഷൻ സിറ്റി മോസ്കാണ്. എന്ന് വെച്ചാൽ ഭയങ്കര വലിയ പള്ളിയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് അന്ന് വിട്ട് നിൽക്കുക. അപ്പോൾ എന്തായാലും പള്ളിയുടെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെ ഭയങ്കര പച്ചപ്പാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളെ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ കേരളം തോന്നിപ്പോവും. സത്യം പറഞ്ഞാൽ ഭയങ്കര പച്ചപ്പും പ്രകൃതി അടിപൊളിയാണ്. പള്ളിയുടെ എൻ്റെ പോണത് നോക്കാൻ പറ്റില്ല. മാത്രം ഫോട്ടോ എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, പള്ളിയുടെ ഉള്ളിൽ ഒന്ന് കയറി കണ്ടിട്ട് വരാം. പള്ളിയുടെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിട്ട് കാണിച്ചു കൊടുക്കാം ചെക്കന്മാർക്ക്. ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അതിലാണ് എൻ്റെ എൻട്രൻസ്. അടിയിൽ ഇത് തന്നെ ഒരു ഗാർഡൻ പോലെ സെറ്റപ്പ്. പള്ളിയാണ്. എന്ത് രസല്ലേ ക്യാമറ കൂടെ ഇങ്ങനെ കാണുന്ന പോലല്ല, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ്. Guys, Assalamualaikum. Boleh? എന്താണ് നാട് പോലെ തന്നെ പച്ചവും. ഇവിടുത്തെ ട്രാം സ്റ്റേഷൻ. ഓക്കെ, ഫോട്ടോഷൂട്ടിന് വേണ്ടിയിരിക്കുന്ന ഷാഹിദ് ആ ഫോട്ടോ കോളാക്കാൻ അതിൻ്റെ ഇടയിൽ കയറി വരണേ. വയ്യറാ നോമ്പെടുത്തിട്ട് എന്തറാ ഷാഹിദേ, പാവണ്ടാ. അത് ഖത്തർ പൂച്ചല്ല, അറബി പറഞ്ഞു നോക്കിയാൽ മനസ്സിലായി ചിലപ്പോ. കൊണ്ടോ ചെക്കൻ്റെ ഫോട്ടോ എടുത്തിട്ട് എഡ്യൂക്കേഷൻ സിറ്റി ഈ കുറച്ചൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടില്ലേ, അതിൻ്റെ വലിപ്പം കണ്ടില്ലേ, ഭയങ്കര രസമുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര എന്താ പറയുക, നല്ല സൂര്യൻ നല്ല ഭംഗിയാണ്. കണ്ട അതിൻ്റെ മേലെ കണ്ട ഇവിടെ വരണ്ട്. അപ്പോൾ എന്തായാലും ലേറ്റ് ആക്കണില്ല, ഇനിയിപ്പോൾ നോമ്പെടുക്കുന്ന അങ്ങോട്ട് പോകണം. അവിടെ തിരക്കായി കഴിഞ്ഞാൽ ചിലപ്പോൾ സീറ്റ് കിട്ടിയെന്നില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ കാഴ്ചപ്പോടെ ആൾക്കാരും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തായാലും അങ്ങോട്ട് പോവാണ്. സമയം ഏകദേശം ഒരു 4:30 ആവുന്നുള്ളൂ. പക്ഷെ ആൾക്കാർ എത്തി തുടങ്ങി. ക്ഷീണമൊന്നുമില്ല, ഇവിടെ വെയിലുണ്ട്, ബട്ട് അതിൻ്റെ വലിയ ക്ഷീണമൊന്നുമില്ല. നല്ല വെയിലുണ്ട്, ചൂടൊക്കെ കുറവാണ്.
വളരെ നേരത്തെ എത്തിയത് കേട്ടോ, ഭയങ്കര നേരത്തായി പോയി. അവിടെ ഒന്നും സെറ്റ് ചെയ്തിരുന്നില്ല. പിന്നെ വോളണ്ടിയേഴ്സൊക്കെ റെഡി ആവുന്നുള്ളൂ. എന്തായാലും ഇതിൻ്റെ ഉള്ളിലിരിക്കുക, നല്ല സുഖമുണ്ട്, നല്ല AC ഒക്കെ ഉണ്ട്. ഇവിടെ തന്നെ നിസ്കാരമൊക്കെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇവിടെ നിസ്കരിക്കും. പിന്നെ ഇവിടെ തന്നെ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ, നമ്മളെ നാട്ടിലത്തെ പോലെ ഒന്നുമല്ല, ഇവിടെ അടിപൊളിയാണ്. 5 മണിയൊക്കെ ആകുമ്പോൾ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. ഞങ്ങൾ കയറിയപ്പോൾ ആൾ പറഞ്ഞു 5 മണിയൊക്കെ ആകുമ്പോൾ കയറ്റുള്ളൂ. ഇപ്പോൾ വോളണ്ടിയേഴ്സ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങിയെന്നാണ്. അപ്പോൾ ഇവിടെ ഒന്നുമില്ലാണ്ട് വരുന്നവർക്ക് ഒന്നും എടുക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടാം. നമ്മൾ ചെരുപ്പ് കോരിയിട്ടിട്ട് നടക്കാണ് ഗൈസ്. മസ്തി പോയിക്കിട്ട് ഇതിന് ഞങ്ങളുടെ അടുത്ത് സീറ്റ് കിട്ടിയില്ല. ചെക്കപ്പാവ നടക്കണ് മോയെ കാഴ്ച. ഇവിടെ ആദ്യം തന്നെ നമുക്കൊരു 3 ഈത്തപ്പഴം, അതുപോലെ തന്നെ വെള്ളം തരും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഫുഡൊക്കെ ഇട്ടാ. जो आप दिमाग को दिखा रहे हैं, जैसे आप अपना वीडियो कुछ अपने फ़ोन में वीडियो देख रहे हैं, कुछ भी वीडियो देख रहे हैं, या फिर आपका किसी से അങ്ങനെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിസ്കാരം കഴിഞ്ഞിട്ടാണ് ബാക്കി ഫുഡൊക്കെ. അപ്പോൾ എല്ലാവരും ഇരുന്നിടത്ത് തന്നെയാണ് നിസ്കരിക്കുന്നതൊക്കെ. Dear guests, please cover up the gaps. We see any gaps in front of you. Please go forward, brothers. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വോളണ്ടിയേഴ്സ് നമുക്ക് ഫുഡൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫുഡ് എല്ലാവർക്കും ഇങ്ങനെ പാസ് ചെയ്ത് സെർവ് ചെയ്ത് പോകണം, എന്നിട്ടാണ് നമുക്കൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇതുപോലെ ഇങ്ങനെ പാസ് ചെയ്ത് അറ്റത്തിരിക്കുന്ന ആൾക്ക് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ പോകണം, എന്നിട്ടാണ് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഗായ്സ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള ഇവിടുത്തെ ഫുഡ്. റൈസും അതുപോലെ തന്നെ ചിക്കൻ കുറുമയും അതുപോലെ തന്നെ ചെറിയൊരു പപ്സും, ചീസ് പപ്സാണ്, പിന്നെ ഓറഞ്ച്, പിന്നെ ഒരു ഡ്രിങ്കും ഉണ്ടാവും. അപ്പോൾ അൽഹംദുലില്ലാ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ അത്യാവശ്യം നല്ല തന്നെ ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. കൂട്ടത്തിന് പോയി ഷാഹിദിനെ കണ്ടുപിടിച്ചു. ഓറഞ്ചാ ഇത് പറക്ക് ഇല്ല ഇത് പറക്ക്. ഗായ്സ്, നാളെ പെരുന്നാളുണ്ടാ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ പെരുന്നാളിനെന്നാവും. പക്ഷേ അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പം എന്തായാലും എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പം അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. നോമ്പുറ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞേ നാളെ പെരുന്നാളെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈദ് മുബാറക്ക്. അസ്സലാമു അലൈക്കും. ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.